സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന് വയനാട്ടിൽ തുടക്കമായി. ജില്ലാതല സംഗമത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുമായി സംവദിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തെ തുടർന്ന് 2 ദിവസത്തെ കലാസാംസ്കാരിക പരിപാടികൾ മാറ്റിവെച്ചിട്ടുണ്ട്. കൽപ്പറ്റ ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിൽ നടന്ന ജില്ലാതല സംഗമത്തിൽ ക്ഷണിക്കപ്പെട്ട 500ഓളം ആളുകളാണ് പങ്കെടുത്തത്. യാക്കോബായ സഭ മലബാർ ഭദ്രാസനാധിപൻ ബിഷപ്പ് സ്റ്റെഫാനോസ് ഗീവർഗീസ്, ഇന്ത്യൻ ക്രിക്കറ്റ് താരം സജന സജീവൻ, ചലച്ചിത്ര താരം അബു സലീം തുടങ്ങിയവർ മുഖ്യമന്ത്രിയുമായി സംവദിക്കാനെത്തി. 2016 മുതലുള്ള 9 വർഷം സർക്കാർ നേരിട്ട വെല്ലുവിളികളെക്കുറിച്ചാണ് മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ സംസാരിച്ചത്. സംസ്ഥാനത്തിന് അവകാശപ്പെട്ട സഹായം നൽകാതെ കേന്ദ്ര സർക്കാർ നിഷേധപരമായ സമീപനം സ്വീകരിച്ചതായി അദ്ദേഹം കുറ്റപ്പെടുത്തി. പ്രതിപക്ഷവും കേന്ദ്രത്തിന് അനുകൂലമായ നിലപാടെടുത്തു. തങ്ങളാരുടെയും സഹായം സ്വീകരിക്കില്ല, ഞങ്ങൾ കൽപ്പുള്ളവരാണ് എന്ന ചിന്തയാണെങ്കിൽ സഹായിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകണമല്ലോ. കേന്ദ്ര ഗവൺമെന്റ് സഹായിച്ചില്ല, സഹായം നൽകാൻ തയ്യാറായവരെ മുടക്കുകയും ചെയ്തു. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനുള്ള എല്ലാ തടസ്സങ്ങളും സുപ്രീം കോടതി വിധിയോടെ നീങ്ങി. ടൗൺഷിപ്പ് നിർമ്മാണം സുഗമമായി മുന്നോട്ടു പോകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. നമ്മുടെ നാടാകെ ഒന്നിച്ചു നിന്ന് നടപ്പാക്കാൻ നോക്കുന്ന ആ ടൗൺഷിപ്പ് നിശ്ചിത സമയത്തിനുള്ളിൽ പൂർത്തിയാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ദ്രുതഗതിയിൽ നടക്കുന്നത്. ഭൂരഹിതരായ 123 ആദിവാസി കുടുംബങ്ങൾക്കുള്ള വീടിന്റെ താക്കോൽ ചടങ്ങിൽ മുഖ്യമന്ത്രി കൈമാറി. മേപ്പാടി പരൂർ കുന്നിലാണ് 10 സെന്റ് ഭൂമിയിൽ 6 ലക്ഷം രൂപ ചെലവിൽ വീടുകൾ നിർമ്മിച്ചത്. മാർപ്പാപ്പയുടെ വിയോഗത്തെ തുടർന്ന് ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചതിനാൽ 2 ദിവസം എന്റെ കേരളം പരിപാടിയുടെ ഭാഗമായുള്ള കലാസാംസ്കാരിക പരിപാടികൾ ഉണ്ടാകില്ല. പ്രദർശനമേളയുടെ ഉദ്ഘാടന പരിപാടിയും മാറ്റിവെച്ചു. മാതൃഭൂമി ന്യൂസ്, വയനാട്.